ഏവർക്കും ചിൽഡ്രൻസ് ഹെൽപ്പ് ഡെസ്കിലേക്ക് സ്വാഗതം. പരാജയം വിജയത്തിലേക്കുള്ള ആദ്യപടി എന്ന വിഷയത്തെക്കുറിച്ചുള്ള ഒരു കൊച്ചു പ്രസംഗമാണ് ഇന്ന്. ബഹുമാനപ്പെട്ട അധ്യാപകരെ, എൻ്റെ പ്രിയ കൂട്ടുകാരെ, ഏവർക്കും നമസ്കാരം. തോൽവി സമ്മതിക്കാൻ എനിക്ക് മനസ്സില്ല. കാരണം ഓരോ പരാജയവും എന്നെ പുതിയൊരറിവ് പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. വിശ്വപ്രസിദ്ധ ശാസ്ത്രജ്ഞൻ തോമസ് ആൽവ എഡിസന്റെ ഈ വരികളോടെ ഞാൻ എൻ്റെ പ്രസംഗം ആരംഭിക്കട്ടെ. ഇന്ന് ഞാൻ ഇവിടെ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് പരാജയത്തെ എങ്ങനെ വിജയത്തിലേക്കുള്ള ചവിട്ടുപടിയാക്കാം എന്നതിനെ കുറിച്ചാണ്. നമ്മുടെ സമൂഹത്തിൽ പരാജയത്തെ ഭയത്തോടെയാണ് പലരും കാണുന്നത്. പരീക്ഷയിൽ മാർക്ക് കുറയുമ്പോഴോ ഒരു മത്സരത്തിൽ തോൽക്കുമ്പോഴോ എല്ലാം അവസാനിച്ചു എന്ന് കരുതി തളർന്നിരിക്കുന്നവരുണ്ട്. എന്നാൽ കൂട്ടുകാരെ, പരാജയം എന്നത് ജീവിതത്തിന്റെ അവസാനമല്ല, മറിച്ച് വിജയത്തിലേക്കുള്ള യാത്രയിലെ ഒരു ഇടത്താവളം മാത്രമാണ്. ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാം, ലോകം ആദരിക്കുന്ന മഹാന്മാരെല്ലാം തന്നെ വലിയ പരാജയങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് വളർന്നവരാണ്. 10ാം ക്ലാസ്സിൽ തോറ്റ സച്ചിൻ ടെണ്ടുൽക്കർ ഇന്ന് ക്രിക്കറ്റിലെ ദൈവമാണ്. അനേകം തവണ പരാജയപ്പെട്ട എബ്രഹാം ലിങ്കൺ അമേരിക്കയുടെ പ്രസിഡന്റായി. ഇവരുടെ എല്ലാം വിജയം പരാജയങ്ങളിൽ തളരാത്ത നിശ്ചയദാർഢ്യമായിരുന്നു. പരാജയപ്പെടുമ്പോൾ നമ്മൾ സ്വയം ചോദിക്കേണ്ട ചോദ്യം എനിക്ക് എവിടെയാണ് തെറ്റുപറ്റിയത് എന്നാണ്. ആ തെറ്റുകൾ തിരുത്താനുള്ള അവസരമാണ് ഓരോ തോൽവിയും നമുക്ക് നൽകുന്നത്. വീഴുമ്പോഴല്ല ഒരാൾ തോൽക്കുന്നത്, മറിച്ച് വീണിടത്ത് നിന്ന് എഴുന്നേൽക്കാൻ മടിക്കുമ്പോഴാണ്. പരാജയങ്ങൾ നമ്മെ കൂടുതൽ കരുത്തരാക്കുന്നു, നമ്മുടെ കുറവുകളെ ബോധ്യപ്പെടുത്തുന്നു, ഒപ്പം വിനയമുള്ളവരാക്കി മാറ്റുകയും ചെയ്യുന്നു. പ്രിയ കൂട്ടുകാരെ, തോൽവികളെ ഭയന്ന് ഒളിച്ചോടരുത്. പരാജയപ്പെടുമ്പോൾ നിങ്ങളെ പരിഹസിക്കുന്നവരെ ഓർത്ത് വിഷമിക്കുകയും വേണ്ട. നിങ്ങളെ തന്നെ വിശ്വസിക്കുക. പരാജയത്തിന്റെ കയ്പുനീർ കുടിക്കാതെ വിജയത്തിന്റെ മധുരം ആസ്വദിക്കാൻ ആർക്കും കഴിയില്ല. മുറിവേറ്റ സിംഹത്തിന്റെ ഗർജനത്തിന് കരുത്തു കൂടുമെന്ന് പറയുന്നത് പോലെ പരാജയപ്പെട്ടവന്റെ തിരിച്ചുവരവ് അത്രമേൽ ശക്തമായിരിക്കും. നമുക്ക് പരാജയങ്ങളെ പേടിക്കാതെ നേരിടാം. ഓരോ വീഴ്ചയിലും കൂടുതൽ കരുത്തോടെ എഴുന്നേൽക്കാം. ഓർക്കുക, ഇന്ന് നമ്മൾ നേരിടുന്ന തടസ്സങ്ങളാണ് നാളത്തെ നമ്മുടെ വിജയഗാഥയിലെ തിളക്കമുള്ള അധ്യായങ്ങൾ. പരാജയങ്ങളെ ചവിട്ടുപടികളാക്കി വിജയത്തിന്റെ കൊടിമുടിയിലേക്ക് നമുക്ക് ഒരുമിച്ച് നടക്കാം. എൻ്റെ വാക്കുകൾ ശ്രദ്ധാപൂർവം കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.